ഷാർജയിൽ കൊല്ലം സ്വദേശി അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ബന്ധുക്കൾ ഷാർജ പോലീസിൽ പരാതി നൽകി. മരണത്തിൽ സംശയമുണ്ടെന്നും സതീഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. അതുല്യെ സതീഷ് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതുല്യയുടെ സഹോദരി അഖില, സഹോദരി ഭർത്താവ് ഗോകുൽ എന്നിവർ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികൾക്കൊപ്പമാണ് പോലീസിനെ സമീപിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു. ഷാർജ അൽനാഹദയിലെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി വിമൻചികയുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. എംബാമിംഗ് നടപടികൾ രാവിലെ 10-ന് ഷാർജയിൽ നടക്കും. വൈകിട്ട് 5:40-ന് ദുബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിലാണ് മൃതദേഹം കൊണ്ടുപോവുക. ഈ മാസം 8-നാണ് വിമൻചികയെയും മകൾ വൈഭവിയുടെ മൃതദേഹങ്ങൾ ഫ്ളാറ്റിൽ കണ്ടെത്തിയത്. വൈഭവിയുടെ മൃതദേഹം ദുബൈയിലാണ് സംസ്കരിച്ചത്. ദുബൈയിൽ മെട്രോ ബ്ലൂ ലൈൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചില സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി RTA. അക്കാദമിക് സിറ്റിയിൽ ഗതാഗതം വഴിതിരിച്ചുവിടുമെന്ന് RTA അറിയിച്ചു. ജർമ്മൻ ഇന്റർനാഷണൽ സ്കൂളിന് സമീപം സ്ട്രീറ്റ് 63-ന്റെ ഇരുവശങ്ങളും അടച്ചിടും. ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ സ്ട്രീറ്റിലേക്കുള്ള പ്രവേശനവും എക്സിറ്റ് പോയിന്റുകളും സ്കൂളിലേക്കുള്ള പ്രവേശന പാതയും അടയ്ക്കും. ഇപ്രകാരം പ്രവേശന പാത ബദൽ പാത ഒരുക്കിയതായും RTA അറിയിച്ചു. യാത്രക്കാർ ഗതാഗതം സുഗമമാക്കുന്നതിനായി ബദൽ പാതകൾ തിരഞ്ഞെടുക്കണമെന്ന് RTA ആവശ്യപ്പെട്ടു. ഗാസയിലേക്കുള്ള UAE ഏറ്റവും വലിയ സഹായ കപ്പലിൽ പുറപ്പെട്ടു. അബുദാബി ഖലീഫ തുറമുഖത്തിൽ നിന്നുമാണ് ഖലീഫ ഹ്യൂമനിറ്റേറിയൻ എയർഷിപ്പ് പുറപ്പെട്ടത്. ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടെ 7166 ടൺ സാധനങ്ങളാണ് കപ്പലിലുള്ളത്. കപ്പൽ ഈജിപ്തിലെ അല്ലരീഷ് തുറമുഖത്തെത്തും. 4372 ടൺ ഭക്ഷണ സാധനങ്ങൾ, 1433 ടൺ ഷെൽട്ടർ സാമഗ്രികൾ, 860 ടൺ മെഡിക്കൽ സാധനങ്ങൾ, ശുചിത്വത്തിനായുള്ള 501 ടൺ വസ്തുക്കൾ എന്നിവയാണ് കപ്പലിലുള്ളത്. ഇതോടെ UAE ഗാസയ്ക്ക് നൽകിയ സഹായ വസ്തുക്കൾ 77,266 ടണ്ണാകും. ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ദുരിതത്തിലായ ഫലസ്തീനികളെ സഹായിക്കാൻ കരവ്യോമ കടൽ മാർഗം സഹായം എത്തിക്കുകയാണ് UAE. NTV UAE to the world.